ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ട്രിക്സ് ഇൻ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ജനങ്ങൾ ജനങ്ങളാൽ എന്ന പാഠഭാഗമാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ചർച്ച ചെയ്യാം. ഇവിടെ ആദ്യം പറയുന്ന മെയിനായിട്ടുള്ള പോയിന്റ് ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷനാണ്. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമെടുക്കുന്നത് ഒന്നുകിൽ ജനങ്ങളായിരിക്കും, ഇല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളായിരിക്കും. അതായത് ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ജനങ്ങളോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ആണെങ്കിൽ ആ സംവിധാനത്തിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, പിന്നെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളിലും. ഗ്രാമപ്രദേശങ്ങളിലാവുമ്പോഴാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും വരുന്നത്. നഗരപ്രദേശങ്ങളിലാവുമ്പോൾ അത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളുമാണ്. ഇവിടെ എബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇത് എബ്രഹാം ലിങ്കൺ പറഞ്ഞതാണ്. മഹാത്മാഗാന്ധിയുടെ പോയിന്റ് ഓഫ് വ്യൂ ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ജനാധിപത്യത്തിന് കീഴിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ ജനാധിപത്യം എന്ന വാക്കിൻ്റെ ഉദയം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കഥ ഇവിടെ പറയുന്നുണ്ട്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതികളുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അപ്പം ഇംഗ്ലണ്ടിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങളാണ് തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നിവ. അതായത് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം വരുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. പുരാതന ഗ്രീക്ക് ചിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഹെറോഡോട്ടസ് ആണ്. അദ്ദേഹം ഒരു ഗ്രീക്ക് ചരിത്രകാരനായിരുന്നു. ഡെമോക്രസി എന്ന വാക്കിലെ ഡെമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അധികാരം എന്നുമാണ്. ഈ രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി, ഇല്ലെങ്കിൽ ജനങ്ങളുടെ അധികാരം എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇതാദ്യമായി ഉപയോഗിച്ചത് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ്. അദ്ദേഹം ഒരു ഗ്രീക്ക് ചരിത്രകാരനായിരുന്നു. ഡെമോസ് ജനങ്ങൾ, ക്രാറ്റോസ് അധികാരം. ഗ്രാമസഭകൾ എന്താണ് ഗ്രാമസഭകൾ? ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അതായത്
തീരുമാനങ്ങൾ എടുക്കാൻ ജനങ്ങൾക്ക് അവസരം ലഭിക്കുന്ന ഒരു വേദി ഇല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഈ ഗ്രാമസഭയിൽ അംഗങ്ങളായിട്ടുള്ളത് ആരാണ്? ഓരോ ഗ്രാമപഞ്ചായത്തിലെ വ്യക്തികളും ഇതിലെ അംഗങ്ങളാണ്. അവർ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടായിരിക്കണം. വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഇത് നഗരങ്ങളിലാവുമ്പം ഗ്രാമസഭയ്ക്ക് പകരം വാർഡ് സഭ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പങ്കാളിത്ത ജനാധിപത്യവും പ്രത്യക്ഷ ജനാധിപത്യവും എന്താണെന്ന് നോക്കാം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. പങ്കാളിത്ത ജനാധിപത്യത്തിന് തന്നെ പറയുന്ന പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം. ഇതിൽ ജനങ്ങൾ നേരിട്ടാണ് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്നത്, അല്ലാതെ ഇവിടെ ജനപ്രതിനിധികളല്ല. ഇത് താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കെടുക്കുന്ന പ്രത്യക്ഷ ജനാധിപത്യമുള്ളത് ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ്. അതാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിൻ്റെ നിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 ആയിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. അതായത് കേരള നിയമസഭ വരാൻ കാരണമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പങ്കുവഹിച്ചിട്ടുള്ളതാണ് 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, പിന്നെ 1904 സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭ. ഒരു കാര്യം കൂടിയുണ്ട്, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. ഇവയെല്ലാം കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്ന ഡേറ്റ് 1957 ഏപ്രിൽ 27. അതുകൊണ്ട് തന്നെ നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നതും ഏപ്രിൽ 27. അപ്പോൾ നിയമസഭാ ദിനം ഏപ്രിൽ 27, നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27. ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഗ്രാമസഭയിൽ നമ്മൾ സംസാരിക്കുന്നു, നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികൾ സംസാരിക്കുന്നു. നമ്മൾ നേരത്തെ പ്രത്യക്ഷ ജനാധിപത്യം ഇല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം എന്താണെന്ന് കണ്ടിരുന്നു. ഇനി പറയാൻ പോകുന്നത് പരോക്ഷ ജനാധിപത്യം ഇല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നത്. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ രീതി എന്താണ്? പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ്. കാരണം ഇന്ത്യയിലെ ഭൂവിസ്തൃതിയും വലുതാണ്, ജനസംഖ്യയും വലുതാണ്. ഇവിടെ ചില പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. അതിന് കാരണം എന്താണ്? ഇന്ത്യയിലാണ് ഏറ്റവും വലിയ ജനസംഖ്യയുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ഇനി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ ഇവിടെ പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ്, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. ജനങ്ങൾക്കാണ് പരമമായ അധികാരം. അടുത്ത പോയിന്റ്, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. നിയമവാഴ്ച നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വേറൊരു സവിശേഷതയാണ്. മൂന്നാമത്തെ പോയിന്റ്, സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലുള്ളതാണ്? സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിലുള്ളത്. ഇല്ലെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ്. നാലാമത്തെ പോയിന്റ്, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര
വാർത്താമാധ്യമങ്ങളും ജനാധിപത്യത്തിൻ്റെ സവിശേഷതയിൽ വരുന്ന ഒരു കാര്യമാണ്. 5-ാമത്തെ പോയിന്റ്, ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം ജനാധിപത്യത്തിൻ്റെ വേറൊരു സവിശേഷതയാണ്. ലാസ്റ്റ് പോയിന്റ്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ജനാധിപത്യത്തിൻ്റെ 6 സവിശേഷതകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച, സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താമാധ്യമങ്ങൾ, ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇതാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. അടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ 18 വയസ്സാണ് വോട്ടവകാശത്തിനുള്ള പ്രായമെന്ന് പറയുന്നത്. പക്ഷേ 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിലവിൽ അത് 18. ഒരു നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും എന്ത് ചെയ്യാം? തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. ഇതിനെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നിവിടെ പറയുന്നുണ്ട്. വിവിധ ഘട്ടങ്ങൾ: തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കൽ, പത്രികയുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അപ്പം തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം, അല്ലേ? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ആ നാമനിർദ്ദേശ പത്രിക എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ അപേക്ഷ കൊടുക്കുന്നതാണ്, അല്ലേ? ആ അപേക്ഷ എന്ത് ചെയ്യും? അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ളവർക്ക് വേണമെങ്കിൽ പിൻവലിക്കാം. പിന്നെ അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ക്യാൻസലായി പോകും. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം വോട്ടെടുപ്പാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇതാണ് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ. എന്തിനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളായിട്ട് വരുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതായത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. ആ 3 അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്തൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. അതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 3 അംഗങ്ങളാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇപ്പം വിദ്യാലയങ്ങളിൽ എങ്ങനെയാണ് ജനാധിപത്യം ഉറപ്പാക്കുന്നത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കപ്പെടുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ പോയിൻറ്റ്സ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം ഇതിലെ മെയിൻ പോയിൻറ്റ്സ്.
കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 അംഗങ്ങളുണ്ട്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ നോക്കുക. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. പിന്നെ സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം 18 വയസ്സാണ് നിലവിൽ വോട്ടവകാശത്തിനുള്ള പ്രായം. പിന്നെ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. പരോക്ഷ ജനാധിപത്യം, അതിനെയാണ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നത്. ഭൂവിസ്തൃതി കൂടിയ രാജ്യങ്ങളിലാണ് ഇത് നടപ്പാക്കുന്നത്. ഇനി കേരള നിയമസഭ ആദ്യ സമ്മേളനം നടന്ന ഡേറ്റ് 1957 ഏപ്രിൽ 27. നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നതും ഏപ്രിൽ 27. പങ്കാളിത്ത ജനാധിപത്യം ഇല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം നടത്തുന്നത് ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ്. ജനങ്ങൾ നേരിട്ടാണ് ഭരണകാര്യങ്ങളിൽ പങ്കാളിയാവുന്നത്. ഗ്രാമസഭ ജനങ്ങൾക്ക് പങ്കാളിയാവാനും തീരുമാനം എടുക്കാനും അവസരം ലഭിക്കുന്ന വേദിയാണ്. ഇതിൽ നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസിൻ്റെ അർത്ഥം ജനങ്ങളെന്നും ക്രാറ്റോസിൻ്റെ അർത്ഥം അധികാരം എന്നുമാണ്. ജനാധിപത്യ രീതിയുടെ തുടക്കം കുറിച്ചത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. പിന്നെ എബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടിൽ ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയാണ്. പിന്നെ ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷൻ: ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളാൽ എന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ ഇതൊക്കെ റിവൈസ് ചെയ്തിട്ട് നന്നായി പഠിച്ച് എക്സാമിന് പോവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സിനായിട്ട് സ്മാർട്ട് ട്രിക്സ് ഇൻ PSC ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.